ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ്. ഈ ഒരു വീടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വളാഞ്ചേരിക്കടുത്തായിട്ടാണ്. മുഹമ്മദ് സഫീറ ദമ്പതികളുടെ വീടാണിത്. ഇത്രയും മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് 3200 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ വിശദമായി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഒരു പടിപ്പുര മോഡൽ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡ് ആൻഡ് ബ്ലാക്ക് കളർ തീമിലാണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത്. പില്ലറുകൾക്കെല്ലാം തന്നെ ആ ഒരു ക്ലാഡിങ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബ്രിക്ക് കളറിൽ വരുന്ന ഒരു ക്ലാഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ മുറ്റത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത്. 3200 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. വീടിൻ്റെ ആ ഒരു വശത്തോട്ടായിട്ട് ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു മുൻവശത്തു നിന്ന് കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല, അവിടെ മരത്തിൻ്റെ ഒക്കെ മറവുള്ളത് കാരണം. പിന്നെ അതാ ഈ ഒരു സൈഡിലായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. അവിടെ നല്ല ഭംഗിയിൽ സിറ്റ് ഔട്ടിൻ്റെ മുൻവശത്ത് ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇൻബിൽട്ടായിട്ടൊരു പ്രത്യേക സ്പേസ് അവിടെ കണ്ടിട്ടുണ്ട്. മുകളിൽ ഇതാ ഒരു ജാളി വർക്കിൻ്റെ ഡിസൈനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ വീടിൻ്റെ അകത്തുനിന്ന് കാണിക്കുമ്പോൾ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് ആ ഒരു റെഡ്, ബ്രിക്ക് റെഡ് കളർ തീമാണ് കേട്ടോ വരുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗം കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം ഈ മുൻവശത്ത് ഈ ചെടികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുകളും ഒക്കെ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു വശത്തോട്ടായിട്ടാണ് ബാക്കി പോർഷൻ വരുന്നത്. ഇവിടെയും ആ ഒരു ക്ലാഡിങ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് താഴെയും മുകളിലൊക്കെ. എന്നിട്ട് അവിടെ ഒരു പ്രൊജക്ഷനും വരുന്നുണ്ട്. സെൻറ്ററിൽ മുകളിൽ ഇതുപോലെ വലിയൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അവിടെ GI പൈപ്പ് കൊണ്ട് അങ്ങനെ ഒരു അഴികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളാണ് വരുന്നത്. പിന്നെ ഒരു വാള് ഫുള്ളായിട്ട് ക്ലാഡിങ് ഡിസൈന് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ഡിസൈനിലുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോർ മെത്തേഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ഡോറിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ആൻറ്റിക് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് ഒരു സിംഗിൾ വിൻഡോ, ആ വിൻഡോയോട് ചേർന്ന് ഒരു ഷട്ടർ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആൻറ്റിക്കായിട്ടുള്ള 3 ചെയറുകൾ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ വേറെ ഇരിപ്പിടങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഒരു സിംഗിൾ പില്ലറാണ് സിറ്റ് ഔട്ടിന് വരുന്നത്. അത് സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മുകളിലെ സീലിംഗ് ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വീടിനകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു ലിവിങ് ഏരിയയുടെ ഭാഗത്തോട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്.
ഡബിൾ ഹൈറ്റിലാണ് ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ ആ ഒരു വുഡൻ സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് അവിടെ ഒരു ഹാങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ക്ലാഡിങ് വരുന്നുണ്ട്. ആ ഒരു വാളിൻ്റെ ആ ഒരു ഭാഗം ആ ഒരു ക്ലാഡിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പാർട്ടീഷൻ താഴത്തും മുകളിലും ഒരേ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ്. ഈ ഒരു സൈഡിൽ മുകളിലോട്ട് ഇങ്ങനെ നല്ല വെന്റിലേഷൻ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്തുനിന്ന് ഒരു ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ട് അപ്പുറത്തൊരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അവിടെ ഒരു ഗാർഡനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വെന്റിലേഷൻ വരുന്ന രീതിയിൽ മുകളിലൊക്കെ ഇവിടെയൊക്കെ ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൽ ടീപ്പോയി വരുന്ന രീതിയിൽ ഒരു ലൈറ്റ് കളറിൽ വരുന്ന സെറ്റിയും വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിലുള്ള നല്ല ഭംഗിയിലുള്ള ഒരു ടീപ്പോയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡിങ് ഡോറ്, ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു വൈഡായിട്ടുള്ളൊരു ഏരിയ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു അറ്റം മുതൽ, വീടിൻ്റെ ഈ അറ്റം മുതൽ ആ ഒരു അറ്റം വരെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗാർഡൻ്റെ സെറ്റപ്പ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ട് അതിൻ്റെ ആ ഒരു നിലത്ത് ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ. അത് ഒറിജിനൽ ഗ്രാസ് അല്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ചെടികളൊക്കെ ഒറിജിനലായിട്ടുള്ള ചെടികൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണുള്ളത്. നല്ല സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് ആ ഒരു ജാളി വർക്കാണ് ചെയ്തിട്ടുള്ളത്, ആ ഒരു മുകൾ ഭാഗം. ഇതാണ് നമ്മൾ ആ പുറത്തുനിന്ന് കാണുന്ന ഒരു ജാളി ഡിസൈൻ കേട്ടോ. വീടിൻ്റെ എക്സ്റ്റീരിയറിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു ജാളിയുടെ ഡിസൈന് ഈ ഒരു പോർഷനാണ് വരുന്നത്. ഇവിടെ നല്ലൊരു ഇരിപ്പിടവും വരുന്നുണ്ട്. ആ ഒരു സൈഡിൽ നല്ല വീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറിലൊരു ജാളി കൊടുത്തിട്ടാണ് ആ ഒരു ഭാഗം പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ലോങ് ബെഞ്ചെല്ലാം ഇരിപ്പിടായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം കണ്ടത് ഒരു ഫോർമൽ ലിവിങ് സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇതാ ഫ്ലോറിങ് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുത്തിട്ട് അവിടെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗം വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇവിടെ ആത്തൻകുടി ടൈലാണ് ഈ ഒരു ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ തീമിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും ഒരു ഡോറ് വരുന്നുണ്ട് കേട്ടോ പുറത്തോട്ട്. അത് ഞാൻ പിന്നെ കാണിക്കാം. അതിൻ്റെ 2 സൈഡിലും സിംഗിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സൈഡിലായിട്ട് തന്നെയാണ് ഇവിടെയും സെറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ഫ്രെയിമിൽ വരുന്ന സിമ്പിളായിട്ടുള്ള ഒരു സെറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസ് കാണാം. ഈ ഒരു ഭാഗത്ത് ഒരു പ്രയർ റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നത് നമുക്ക് വുളു എടുക്കാനുള്ള ആ ഒരു സ്പേസാണ് കേട്ടോ. അതിനുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ്. അതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഡോറൊന്നും കൊടുക്കാതെ. ഇവിടെ നിന്നും വുളു എടുത്തിട്ട് നേരെ നമുക്ക് ആ ഒരു പ്രയർ റൂമിലോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു പാസേജിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രയർ റൂമിലോട്ട് പോകുന്ന ആ ഒരു പാസേജിൽ ഒരു വശം ഇങ്ങനെ ഒരു ജാളിയാണ്, നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ഒരു ജാളി വർക്കാണ് വരുന്നത്. പ്രയർ റൂമിൻ്റെ ഡോറാണ് ഈ ഒരു ഗ്ലാസ് ഡിസൈനിൽ വരുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഡോറാണ് ഒരു ബെഡ്റൂം വരുന്നത് കേട്ടോ. ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ ഡബിൾ ഡോർ മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡോറാണ് ഈ ഒരു പ്രയർ റൂമിന് കൊടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടും എന്നാൽ നല്ല എലഗൻ്റായിട്ടുമാണ് ഈ ഒരു പ്രയർ റൂം ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഫ്ലോറിലെല്ലാം തന്നെ ഇറ്റാലിയൻ മാർബിളാണ് വരുന്നത്. മുകൾ ഭാഗമൊക്കെ സിമ്പിളായിട്ട് വെറും ലൈറ്റ് മാത്രം കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഹോളി ബുക്സൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു സ്റ്റോറേജും കൂടെ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു പ്രയർ റൂമാണ്. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. 2 ബെഡ്റൂമുകളാണ് താഴെ വരുന്നത്.
ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഭാഗത്തു നിന്നും പുറത്തോട്ടൊരു ഡോറ് ഞാൻ കാണിച്ചില്ലേ, ഈ ഒരു ഡോറ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു ചെറിയൊരു ഓപ്പൺ സ്പേസിലോട്ടാണ് കേട്ടോ, ഒരു ബാൽക്കണി പോലുള്ളൊരു സ്പേസിലോട്ടാണ് ഇത് തുറക്കുന്നത്. അവിടെ ഇങ്ങനെ GI പൈപ്പൊക്കെ കൊടുത്തിട്ട് പുറത്തോട്ടുള്ള ആ ഒരു ഭാഗം അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ടൈല് ഒരു ആത്തൻകുടി ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈഡിലും ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മുകൾ വരെ ആ ഒരു GI പൈപ്പ് കൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓപ്പൺ ആയിട്ടാണ്. അവിടെ നിന്ന് ഈ ഡോറ് തുറന്നാൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ ആ ഒരു പുറത്തോട്ട് വ്യൂ വരുന്ന രീതിയിലാണുള്ളത്. ഇവിടെ ചുമരിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ പല ഭാഗങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആ സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ഓപ്പോസിറ്റായിട്ട് നല്ല ഭംഗിയാണ് ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ കാണാനായിട്ട്. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഗ്ലാസിൻ്റെ റെയിലിങ്ങൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴ്ഭാഗത്താണ് വാഷ് ബേസിൻ യൂണിറ്റ്, ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടോട്ട് ഇങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലോറിൻ്റെ ഭാഗത്തൊരു ലെവൽ സെപ്പറേഷൻ വരുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ബ്ലാക്ക് കളറാണ് ആ ഒരു ഫ്ലോർ ചെയ്തിട്ടുള്ളത്. ബാക്കി പോർഷനൊക്കെ മുകളിൽ ഇറ്റാലിയൻ മാർബിളാണ് വരുന്നത്. അവിടെ നല്ല ഭംഗിയിലൊരു ഇൻഡോർ പ്ലാന്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നല്ലൊരു ഏരിയ വരുന്ന രീതിയിൽ ആ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട്. നല്ലൊരു മിറർ യൂണിറ്റും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിൾ വരുന്ന ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേബിളും ചെയറുകളുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്ലോറിങ് സെയിം ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ സീലിംഗ് ആണെങ്കിൽ ആ ഒരു വുഡൻ സീലിംഗ് ആ ഒരു നമ്മൾ നേരത്തെ കണ്ട ഒരു പാറ്റേൺ ഉണ്ടല്ലോ, സിറ്റൗട്ടിലൊക്കെ കണ്ട അതേ സെയിം പാറ്റേണിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡ് ഓപ്പൺ ഏരിയ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഗാർഡൻ ഉണ്ടല്ലോ, ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് കണ്ട അതിൻ്റെ ഒരു എൻഡ് വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ ആ ഒരു അറ്റം വരെ കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗാർഡനിലോട്ട് ഇറങ്ങുന്ന ഭാഗത്ത്. പിന്നെ അതാ ഈ ഒരു ചുമരിൽ ഇങ്ങനെ ക്ലാഡിങ് വർക്ക് ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ കണ്ട ഒരു സെയിം ക്ലാഡിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ പുറത്ത് ഒരു ഗാർഡൻ ഏരിയ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ കാണിച്ചല്ല ഒരു ജാളി വരുന്നുണ്ട്. ആ ഒരു സൈഡിൽ മുകളിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം വളരെ മനോഹരമായിട്ട് നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയൊരു ടേബിളിൻ്റെയൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ആണ് മറ്റൊരു ബെഡ്റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ഒരു ഗ്രൂവ് ഡിസൈൻ വരുന്ന വുഡൻ ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത്. കിച്ചനും ഒക്കെ സെയിം ഡോർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. കട്ടിലൊക്കെ നല്ല ഭംഗിയായി തന്നെ ഒരു ഡാർക്ക് കളർ തീമിൽ വളരെ ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കട്ടിൽ വരുന്ന പോർഷൻ ഇങ്ങനെ ഒരു പാനലിങ് ചെയ്തിട്ടുണ്ട്, വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു വൈറ്റ് കളർ ഹൈലൈറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് സെയിം തന്നെയാണ് കേട്ടോ, ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് വരുന്നത്. ഒരു സൈഡിൽ നല്ല വലിയൊരു വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വാർഡ്രോബ് സെറ്റിങ്സൊക്കെ ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അവിടെ തന്നെ നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മിറർ യൂണിറ്റൊക്കെ കൊടുത്തിട്ട് ഒരു ബ്ലൂ കളർ തീമിലാണ് ഇതിൻ്റെ വാർഡ്രോബിൻ്റെ കളർ തീം ചെയ്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം വരുന്നത് ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു 3 ബെഡ്റൂം വരുന്നുണ്ട്. അത് അപ്സ്റ്റെയറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അപ്സ്റ്റെയറിലെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഇവിടുത്തെ സ്റ്റെയർ കേസ് വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിൽ വരുന്ന റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റെപ്പുകളാണെങ്കിലും ആ ഒരു വുഡൻ സ്റ്റെപ്പുകളാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ആ ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളർ തീം കാണാനായിട്ട് കേട്ടോ. സൈഡിലൊക്കെ ആ ഒരു വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ലാൻഡിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ഗാർഡൻ ഉണ്ടല്ലോ, ആ ഭാഗത്തോട്ടാണ് താഴത്തോട്ട് ആ ഒരു വ്യൂ കിട്ടുന്നത്. ആ ഒരു ജാളി ഡിസൈനൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ലാൻഡിങ്ങിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ലാൻഡിങ്ങിൽ തന്നെ നല്ല ഭംഗിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹാളിലോട്ട് തന്നെയാണ്. എന്നാൽ ഒരുപാട് വലിയ ഹാളൊന്നുമല്ല, ഒരു പാസേജ് പോലെയാണ് വരുന്നത്. ഫ്ലോറിങ്ങിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, ഡിസൈനർ ടൈല്. ഒരു അത്തംകുടി ടൈലിൻ്റെ മറ്റൊരു വേർഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ മൊത്തം ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റാലിയൻ മാർബിൾ മുകളിൽ കൊടുത്തിട്ടില്ല. ഈ ഭാഗത്തോട്ട് ഇതാ ഇതുപോലെയാണ് വരുന്നത്. ഇവിടെ കുറച്ചും കൂടെ ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെ ഒരു സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡൻ്റെ ഭാഗത്തോട്ട്, നമ്മൾ താഴത്ത് കണ്ട ഒരു ഗാർഡൻ്റെ ഭാഗത്തോട്ട് വരുന്ന പോർഷനിൽ നല്ലൊരു ഇരിപ്പിടം, അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലൈഡിങ് വിൻഡോ. അവിടെ നല്ലൊരു ഇരിപ്പിടം വരുന്നുണ്ട്. നമുക്ക് ഇരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ നല്ല വീതിയായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ ഒരു ഗാർഡൻ്റെ പോർഷനിലോട്ടാണ് കേട്ടോ ആ ഒരു വ്യൂ വരുന്നത്. താഴത്തോട്ടും മുകളിൽ നമ്മൾ ആ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടൊക്കെ കണ്ടില്ല, ആ ഒരു ഭാഗമാണ് വരുന്നത്. പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. താഴത്ത് നമ്മൾ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് ആദ്യം കണ്ടു നോക്കാം. ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇവിടെ ബെഡ്റൂം ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. താഴത്ത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ഒരു ബെഡ്റൂമിൻ്റെ ഒരു സെയിം പാറ്റേൺ ആണ്. കട്ടിലും ആ ഒരു രീതിയിൽ ആൻറ്റിക്ക് ഡിസൈനിലുള്ള ഒരു കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വുഡൻ പാനലിങ് ബാക്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ള വർക്കിൽ. ഇവിടെ ഒരു ഗ്രോ ഡിസൈനാണ് ആ ഒരു വൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ വാർഡ്രോബും ആ ഒരു ഡ്രസ്സിങ് യൂണിറ്റൊക്കെ നമ്മൾ താഴത്ത് കണ്ടതുപോലെ സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം ആണെങ്കിലും നമ്മൾ ആ റൂമിൽ കണ്ടതുപോലെ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലെ കളർ തീമിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ 2 ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. മുകളിൽ അപ്സ്റ്റെയറിൽ 3 ബെഡ്റൂമാണ് മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു പാസേജിലൂടെ പോന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഡോറാണ് കേട്ടോ. ഡോറെല്ലാം ബെഡ്റൂമുകൾക്ക് സെയിം തന്നെയാണ്, ഈ ഒരു ഗ്രൂ ഡിസൈനിൽ വരുന്ന ഡോറാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഫ്ലോറിങ്ങിന് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടൊരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു കട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നല്ല വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതിന് ബ്ലൈൻഡ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു വുഡൻ തീമിൽ വരുന്ന ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ബെഡ്റൂം മാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളത്.
ഇനിയാണെങ്കിൽ ഇവിടെ ഈ ഒരു പാസേജിൽ ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. ഈ ഭാഗത്തൊരു അയൺ ടേബിളായിട്ടോ നമുക്ക് ലാപ്ടോപ്പ് ടേബിളായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ അറേഞ്ച്മെൻറ്റും താഴെയും മുകളിലൊക്കെ സ്റ്റോറേജ് ഫെസിലിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഡോറ് കാണാം. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറെല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട. കട്ടിലും സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് വരുന്നത്. മുകളിൽ സീലിംഗ് ഇതാ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈനിൽ സീലിംഗ് ചെയ്തിട്ട് അവിടെ ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കട്ടിൽ ആ ഒരു ആൻറ്റിക് ഡിസൈനിൽ വരുന്ന ഡാർക്ക് കളർ തീമിൽ വരുന്ന കട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് സൈഡ് ചെറുതായിട്ട് വുഡൻ പാനലിങ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഇതാ ഈ ഒരു സൈഡിലോട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്ലൂ കളറും അതിൻ്റെ കൂടെ തന്നെ വുഡൻ കോമ്പിനേഷനും വരുന്ന രീതിയിൽ ഒരു ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ട് മിററൊക്കെ ആ ഒരു വാർഡ്രോബിൽ തന്നെ വരുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് നമുക്ക് നല്ല വലിയൊരു സ്ലൈഡിങ് ഡോറ് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് കാണുന്നുണ്ടല്ലോ ആ ഒരു എക്സ്റ്റൻഷൻ വർക്ക്, അതാണ് കേട്ടോ. ഇവിടെ ഒരു ബാൽക്കണി ആയിട്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നൊരു ബാൽക്കണി ആയിട്ടാണ് ഒരു ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ ഇതുപോലെ ഇങ്ങനെ ആ ഒരു GI പൈപ്പ് കൊടുത്ത് നന്നായിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. ഫ്ലോറിൽ ആ ഒരു ആത്തൻകുടി ടൈലിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. മുകളിലൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിലോട്ട് നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ആ ഒരു ഫ്രണ്ട് മുറ്റത്തിൻ്റെ ഭാഗത്തോട്ട് മരങ്ങളൊക്കെ നിറയെ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും കാറ്റൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഒരു പോർഷനുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇതാ ഈ ഒരു സൈഡിലായിട്ടാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഉൾവശം എന്താ ഈ ഒരു കളർ തീമിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു വാഷ് ബേസിൻ യൂണിറ്റൊക്കെ വരുന്ന രീതിയിൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ട്, എന്നാൽ ഒരുപാട് വലിയ ബാത്റൂമായിട്ടല്ല, ചെറിയൊരു ബാത്റൂമായിട്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ബെഡ്റൂമുകളാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ആ 3 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹാളിൻ്റെ ഈ മുകളിലത്തെ ഹാളിൻ്റെ ഈ ഒരു എൻഡ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഭാഗത്താണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല വൈഡായിട്ടുള്ളൊരു ഏരിയ തന്നെ സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഓപ്പൺ സ്റ്റോറേജും ക്ലോസ്ഡ് സ്റ്റോറേജൊക്കെ വരുന്ന രീതിയിലാണ്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തും സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നെ നല്ലൊരു ഏരിയ മൊത്തത്തിൽ ആ ഒരു സ്റ്റഡി യൂണിറ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ കണ്ട ഒരു ഫ്രണ്ട് ഭാഗത്തുനിന്ന് കണ്ട ഒരു പോർഷൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മുകൾ ഭാഗത്തെ വിശേഷങ്ങൾ വരുന്നത്. ഇവിടെ നിന്നും താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു പോർഷനിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ആ ഒരു ഫോർമൽ ലിവിങ്ങിൻ്റെ ഭാഗമാണ്. അവിടെ നമ്മൾ മുകളിൽ കണ്ട ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അത് അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫോട്ടോയിൽ അത്ര തന്നെ വീഡിയോയിൽ അത്ര തന്നെ ഭംഗിയായിട്ട് തോന്നുന്നില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ദാ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരു വ്യൂ വരുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഡിസൈനുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും മുകളിൽ ഇത്രയൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. 3 ബെഡ്റൂമുകളും ഇങ്ങനെ ഒരു ഹാളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചൻ്റെ പോർഷനാണ്. അപ്പോൾ കിച്ചൺ ടൂർ ഞാൻ വിശദമായി തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കിച്ചണൊന്ന് കാണിക്കുന്നുണ്ട്, കിച്ചൻ്റെ മോഡലൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കിച്ചൺ ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നൊക്കെ ഉള്ളവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് കണ്ട് നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. ഇത് ആ ഒരു ഡൈനിങ് ടേബിളൊക്കെ വരുന്ന ഏരിയ എന്നാണ് കേട്ടോ ഈ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത്. സെയിം ആ ഒരു ഗ്രൂ പാറ്റേൺ തന്നെയാണ് ഡോറ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് ആണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ, ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഇതാ സീലിംഗ് ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ കളർ തീം നമ്മൾ ഇപ്പോൾ ഇതുവരെ കണ്ട വീടിൻ്റെ കളർ തീമിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു
വുഡൻ കോമ്പിനേഷൻ കൂടെ വരുന്നുണ്ടെങ്കിൽ പോലും മെയിനായിട്ട് ആ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പോയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൗണ്ടർ ടോപ്പ് കൊണ്ടാണ് കിച്ചൻ്റെ ഫസ്റ്റ് പോർഷനിൽ നിന്നും ഈ ഒരു സെക്കൻഡ് പോർഷനെ വേർതിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് എന്നിട്ട് ഈ ഒരു പോർഷനിലാണ് സ്റ്റവ്, ചിമ്മിനി, ഹോബൊക്കെ കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് സ്റ്റോറേജ് എല്ലാം ഗ്രീൻ കളറിലും മുകൾ ഭാഗത്ത് വൈറ്റ് കളർ തീമിലും വരുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൻ്റെ കളർ തീം ചെയ്തെടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലൊക്കെ അവർ കൊറിയൻ ടോപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ മനോഹരമായി ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്